ഹലോ, എൻ്റെ പേര് ദീപ്തി. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്ലാൻ ഒക്ടോബർ വിത്ത് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. ആദ്യം നമുക്ക് ബുള്ളറ്റ് ജേർണൽ പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കാണാം. ഇതാണ് വാഷി ടേപ്സ്. പല നിറത്തിലും ഡിസൈനിലുമുള്ള വാഷി ടേപ്സുകൾ അവൈലബിൾ ആണ്. ബോർഡർ വരയ്ക്കാനും മാർജിൻ ആക്കാനൊക്കെ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഗ്ലിറ്റർ പെൻസ്, കുറച്ച് സ്കെച്ച് പെൻസ്, പിന്നെ മാർക്കേഴ്സ്, ക്രയോൺസ്. ഇതൊന്നുമല്ലെങ്കിൽ സാധാരണ പെന്നും പെൻസിലും ഒക്കെ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡയറീസ് കാണിച്ചു തരാം. ഇതെല്ലാം പല എൻ്റെ പ്ലാനിങ്ങുകൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഡയറികളാണ്. ഇതിൽ ഞാൻ ഒക്ടോബർ മാസം പ്ലാൻ ചെയ്യുന്ന ഡയറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി ഡയറി ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചു നോട്ട്ബുക്ക്, കുറച്ച് പേപ്പേഴ്സോ വരെ നമുക്ക് ബുള്ളറ്റ് ജേർണലായിട്ട് ഉപയോഗിക്കാം. ഇനി ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് പരിചയപ്പെടുത്താം. ഈ സ്റ്റിക്കേഴ്സ് സ്റ്റേഷനറി ഷോപ്പുകളിലെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. കുട്ടികളൊക്കെ അവരുടെ പ്രൊജക്റ്റുകൾക്കും ഹോംവർക്കുകൾക്കൊക്കെ ആയിട്ട് വിവിധ തരം സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നു. പലതരം കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഈ സ്റ്റിക്കേഴ്സിലുണ്ടായിരിക്കുക. വിന്നി, ഫ്രോസൺ, നിഞ്ച ഹട്ടോരി, മിനിയൻസ്, ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സും ചില പ്ലാനിങ് സ്റ്റിക്കേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് ഡയറിയിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ബട്ടർഫ്ലൈസുള്ള സ്റ്റിക്കേഴ്സും കുറച്ച് സ്റ്റാർ സ്റ്റിക്കേഴ്സുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്സ്റ്റ് ഏത് മാസമാണോ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ആ മാസത്തെ കലണ്ടർ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പേജാണ് ഡിസൈൻ ചെയ്യുന്നത്. ഫ്രണ്ട് പേജ് ഒരു സർക്കിൾ ഷേപ്പിലാവാൻ വേണ്ടി ഞാനൊരു ബോട്ടിലിൻ്റെ മൂടിയെടുത്തിട്ട് ഒരു റൗണ്ട് വരച്ചു. പിന്നെ ഞാൻ അതുമ്മേ എൻ്റെ കുഞ്ഞു കുറച്ച് ഡിസൈനുകളൊക്കെ വരച്ച് ചേർക്കുകയാണ് ചെയ്തത്. ഞാൻ തീരെ വരയ്ക്കാനും എഴുതാനും ഒന്നും അറിയാത്ത ആളാണ്. അതുകൊണ്ട് ചെറിയ ഡിസൈനുകൾ എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഞാൻ വരച്ചു എന്നേ ഉള്ളൂ. പ്രധാനമായും ബുള്ളറ്റ് ജേർണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസ്റ്റിലുള്ള ഓരോ കാര്യങ്ങളും ട്രാക്ക് ചെയ്തിട്ട് പ്രസൻറ്റിനെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് പേജ് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്തു. ഹലോ ഒക്ടോബർ എന്നൊക്കെ കൊടുത്തു. ഇനി ഞാൻ വിചാരിക്കുന്നു കലണ്ടറിലുള്ള ഡേറ്റുകളെല്ലാം ഒന്ന് ഇതിനകത്തേക്ക് വരച്ച് ചേർക്കാമെന്ന്. ഇതൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കല്ല, ഈ ഒരു ബുക്കിലെ പ്ലെയിൻ പേപ്പേഴ്സാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓരോ സർക്കിള് വരച്ചു. സർക്കിള് വരയ്ക്കാൻ ഞാൻ ഉപയോഗിച്ചത് 1 റുപ്പീസിൻ്റെ സ്മോൾ കോയിനാണ്. 1 റുപ്പീസിൻ്റെ പല കോയിൻസ് അവൈലബിൾ ആണ്. ഞാൻ ചെറിയ കോയിൻ വെച്ചിട്ടാണ് ഇങ്ങനെ സർക്കിൾസ് വരച്ചത്. 31 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ 31 ഡേയ്സ് ഞാനിവിടെ സർക്കിളിൽ വരച്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബുള്ളറ്റ് ജേർണലിൽ ഒരു പ്രധാന കാര്യമാണ് മൂഡ് ട്രാക്കേഴ്സ്. ഇപ്പോൾ ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാ ദിവസവും ഒരേ മൂഡായിരിക്കില്ല. ചില ദിവസം നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും, ചില ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില ദിവസം നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ചില ദിവസം ഭയങ്കര ടയേർഡായിരിക്കും. അങ്ങനെ ഓരോ ദിവസം നമുക്ക് മൂഡ് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ദിവസത്തെ മൂഡ് നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ന ദിവസങ്ങളിലാണ് നമുക്ക് ഒരു മൂഡ് ഉണ്ടാകുന്നത്, ഇന്ന ദിവസമാണ് എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്നത്, ഇന്ന ദിവസമാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ കാരണം. അതറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് പതിയെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ആ മൂഡ് ട്രാക്കേഴ്സ് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ കുറച്ച് സ്റ്റാർസ് വരച്ചിട്ടാണ് മൂഡ് ട്രാക്കേഴ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെയാണ് ഹാബിറ്റ് ട്രാക്കർ. നമ്മൾ ഓരോ വർഷം ആരംഭിക്കുമ്പോഴും പുതിയ ഹാബിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും.
പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളത് മറന്നേ പോകും. പക്ഷേ ഇങ്ങനൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും നമുക്ക് പ്ലാൻ ചെയ്യാം. അതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഹാബിറ്റുകൾ അതിൽ റെക്കോർഡ് ചെയ്യാം. ഏതൊരു കാര്യവും 21 ദിവസം ചെയ്യുകയാണെങ്കിൽ അതൊരു ഹാബിറ്റ് ആവുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഹാബിറ്റ് ആക്കാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ച് ബുള്ളറ്റ് ചെയ്ത് വെച്ച് അത് നമുക്ക് ട്രാക്ക് ചെയ്യാം. നമ്മൾ എത്ര ദിവസം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ എഴുതുന്നത് എനിക്ക് ആവശ്യമുള്ളതാണ്. തിങ്സ് നോട്ട് ടു ഡു. മൊബൈൽ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത് കുറയ്ക്കുക. അങ്ങനെ നിങ്ങളിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതെന്താണെന്നാണ് ഞാനിവിടെ എഴുതി വയ്ക്കുന്നത്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഔട്ട്കം എന്താണ്, അത് ഞാനിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വാഷി ടേപ്സാണ് ഉപയോഗിക്കുന്നത്. വാഷി ടേപ്സ് ഉപയോഗിക്കുമ്പോൾ എളുപ്പം നമുക്ക് വളരെ വേഗം ഡിസൈൻ ചെയ്ത് കഴിയും. പിന്നെ ഞാൻ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലീനിങ്ങിനെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്കൊരു വീക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ നോക്കാം. നമുക്ക് ഓരോ വീക്കും, ഇപ്പോൾ ഒരു മാസത്തിലെ മിക്ക മാസത്തിലും 4 വീക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് ആൻഡ് ഫോർത്ത് വീക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് വീക്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ് അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ വീക്കിൽ നമ്മൾ മറന്നു പോകാതിരിക്കും. ഞാൻ നേരത്തെ കാണിച്ച ബട്ടർഫ്ലൈസിനൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് സ്കെച്ച് പെൻ വെച്ചിട്ടൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം നല്ല ഭംഗിയായിട്ട്. ഇനി ഡെയിലി പ്ലാനറിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മെയിൻ ടു ഡൂസ്. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് നോട്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. പിന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ടുഡേ ഐ ആം ഗ്രേറ്റ്ഫുൾ ടു. നമുക്ക് അന്ന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതവിടെ മാർക്ക് ചെയ്ത് വെക്കാം. സോ ഇതാണ് ഞാൻ ഒക്ടോബർ മാസത്തിലേക്കായി പ്ലാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ബുള്ളറ്റ് ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഈ ബുള്ളറ്റ് ജേർണൽ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. സോ താങ്ക് യു.